പാലക്കാട് നല്ല ജയസാധ്യതയുള്ള സീറ്റാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച ഒരു സീറ്റാണ്. അവിടെ പുതിയൊരു യൂത്ത് കോൺഗ്രസിന്റെ തന്നെ അത് വേണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? അത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ആ സീറ്റിൽ മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. യു കോൺഗ്രസിന്റെ ചിഹ്നത്തിലല്ല അവിടെ മത്സരിച്ചത്, കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. യു കോൺഗ്രസും കെ എസ് യുവും അതിന്റെയൊക്കെ വ്യത്യസ്ത ഘടകങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് ഒരു സ്ഥാനാർത്ഥിത്വവും വേറിട്ടൊരു ചർച്ച അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും, ആ സീറ്റ് നിലനിർത്തും, ജയിക്കും. അല്ല, അത് സ്വാഭാവികമായിട്ട് അവസരങ്ങളുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കന്മാരും മാറി നിൽക്കണം എന്നുള്ള ആവശ്യമൊന്നും യു കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല. തലമുറ മാറ്റം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. അത് പാർട്ടിയുടെ തന്നെ ഒരു തീരുമാനമാണ്. പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിലെ യു കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്ന് മാത്രമാണ് ഇതിൽ അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ അതേസമയം തന്നെ പാർട്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാതെ പോയ, അവസരങ്ങൾ കൊടുക്കാതെ പോയ ഒട്ടനവധിയായ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. അവരുടെയൊന്നും കഴിവുകളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ഫലപ്രദമായ രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അത്തരം ആളുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്ഥാനാർത്ഥികളെ കടന്നു വരുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറച്ചൊക്കെ ആളുകൾക്കൊക്കെ സ്വാഭാവികമായ ഒരു റിട്ടയർമെന്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും. അത് ഏതെങ്കിലും ബലപ്രയോഗത്തിലൂടെയല്ല, അതൊരു സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് വിജയസാധ്യത മാനദണ്ഡമാക്കിക്കൊണ്ട് കടന്നു വരുമ്പോൾ ചില സീറ്റുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്കകത്ത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജയസാധ്യത എന്ന് പറയുന്ന ഘടകത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ ജയസാധ്യതയിൽ യു കോൺഗ്രസുകാരാണ് മത്സരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മത്സരിച്ചാൽ ജയിക്കാവുന്ന ഒരു സീറ്റാണെങ്കിൽ അവിടെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും അവർക്ക് സീറ്റ് നൽകുന്ന ഒരു സമീപനം പാർട്ടിയുടെ ഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. മറിച്ചാണെങ്കിൽ സ്വാഭാവികമായ ഒരു വിട്ടുവീഴ്ച ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടാകേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. ഒരു പ്രോപ്പർ ബ്ലെൻഡായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഉണ്ടാവുക. സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ടാകും, വളരെ തുടക്കക്കാരായിട്ടുള്ള ആളുകളുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആനുപാതികമായ ഒരു എണ്ണം ഞങ്ങൾ വളരെ കൃത്യമായ മറുപടി. അതിലേറെ ഉപരി നമ്മളൊക്കെ ആശങ്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആശങ്കകളും ചോദ്യങ്ങളും ഒരേ സമയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായ ഒരു കാര്യമാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിൽ. ആ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല, സാധ്യതകൾ മാത്രമല്ല, പാലക്കാട് നിലനിർത്താൻ പര്യാപ്തമായിട്ടുള്ള പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥി, അതും കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്നത് വിജയം മാത്രമാണ്. ആ കൂട്ടത്തിൽ പലപ്പോഴും മുതിർന്ന, ഒരുപാട് സീനിയറായിട്ടുള്ള വെറ്ററൻ നേതാക്കന്മാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്, വളരെ കൃത്യമായി വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ആ ഒരു മാനദണ്ഡം മാത്രം വെച്ചുകൊണ്ട് മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു പാലക്കാട് ഇപ്പോൾ OJ ജനീഷ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലം നിലനിർത്താൻ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇറങ്ങേണ്ടി വരുമെന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ഒരു സൂചനയും OJ ജനീഷ് തരുന്നുണ്ട്. അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും, മണ്ഡലം നിലനിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരിക്കും, വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് പറയുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ രാഹുൽ മത്സരിക്കണം, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ തിരിച്ചെത്തണം. ഇത് രണ്ടിലൊന്ന് സംഭവിക്കണം. അതല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ചില ഓപ്ഷനുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ആവണം. പക്ഷേ അവിടെ രാഹുലിനോളം സാധ്യത പോർന്ന, അല്ലെങ്കിൽ ഷാഫിയോളം സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വിലയിരുത്തൽ പ്രകാരം അത് സംശയകരമാണ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്രത്തോളം വരില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അല്ലേ? അപ്പോൾ പാലക്കാട് രാഹുൽ തന്നെ സ്ഥാനാർത്ഥി ആയാൽ നമ്മളാരും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ചില ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും വരുന്ന സൂചനകൾ നമുക്ക് മുന്നിൽ പറയുന്നതും അങ്ങനെയാണ്. അതല്ലെങ്കിലും ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും പങ്കുവെക്കുമ്പോൾ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടും പാലക്കാട്, കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം
ഈ വിവാദങ്ങളോ ഈ പരാതികളോ ഈ പറയുന്ന പുകപടലങ്ങളോ ആരോപണങ്ങളോ ഒന്നും പാലക്കാടൻ ജനതയെ യാതൊരു വിധത്തിലും അവരെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചില പ്രതികരണങ്ങൾ കേട്ടു. പാലക്കാട് നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള പല ആളുകളുടെ പ്രതികരണം. അത് ഇത്തരത്തിൽ ഈ പറയുന്ന പ്രാദേശിക ചാനലുകൾ നടത്തിയ ചില ഈ പറയുന്ന സർവേ എന്നൊന്നും പറയാൻ പറ്റില്ല, ചില പ്രതികരണങ്ങൾ ഇങ്ങനെ ആരായുന്ന ഒരു വീഡിയോ. ഈ റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ പാലക്കാട് പുതുയുഗ യാത്ര വന്ന് പോയതിന് തൊട്ടു പിന്നാലെ നടന്ന ചില പ്രതികരണങ്ങൾ. അന്ന് ഞാൻ പറയുന്നത് അത്രയും റീസെൻ്റായിട്ട് നടന്ന കാര്യങ്ങളാണ്. ആ പുതുയുഗ യാത്ര വന്നു പോയതിന് തൊട്ടു പിന്നാലെ നടന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന ചില പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. സാധാരണക്കാരായിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ അതിൽ ഈ പ്രതികരണം ആരാഞ്ഞു പോയ വ്യക്തി ഒരു എക്സാക്റ്റ് രാഹുൽ വിരോധി ആയിട്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെയാണ് മനസ്സിലാവുന്നത് കേൾക്കുമ്പോൾ. പക്ഷേ പ്രതികരിച്ച ആളുകൾ അത്രയും രാഹുൽ തന്നെ പാലക്കാട് മത്സരിക്കണമെന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അതിന് അവർ കാരണം പറഞ്ഞത് രാഹുലിന് നേരിടേണ്ടി വന്നത് അത് രാഷ്ട്രീയ വേട്ടയാടലാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അജണ്ടകൾ നിർണയിച്ചുള്ള വേട്ടയാടലുകളാണ് രാഹുൽ മാങ്കൂട്ടം നേരിടേണ്ടി വന്നത് എന്ന് ആ ആളുകളൊക്കെ അതിന് കാരണം പറയുന്നത് നമ്മൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിരന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയെ വരുന്ന കമൻറ്റുകൾ, ആ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പാലക്കാട്ടുകാരായിരിക്കണമെന്നില്ല, അതൊരു മറ്റൊരു കാര്യം. അതിൽ എന്നാലും ചില പാലക്കാട്ടുകാരൊക്കെ ഉണ്ട് താനും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ വോട്ടർമാരായിട്ടുള്ള പാലക്കാട് രാഹുലിൻ്റെ ജനങ്ങളിൽപ്പെടുന്ന ആളുകൾ ഉണ്ട് താനും. അതിൽ ആ വരുന്ന കമൻറ്റുകൾ അത്രയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുറവിളികൾ കൂട്ടുന്ന ആളുകളുടേതാണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് എല്ലാ ആസ്പെക്റ്റുകളും പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒന്നും കാണാതെ പോകുന്നില്ല, എല്ലാം ചർച്ചകളിൽ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണകളെക്കുറിച്ച് വളരെ ശക്തമായി തന്നെ ഈ പറയുന്ന പാർട്ടിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില രാഹുലുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം ചർച്ചകൾക്ക് തുടക്കം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ OJ ജനീഷിൻ്റെ ഈ പ്രതികരണം കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം, ഇത് എൻ്റെ സംശയം മാത്രമാണ്, അത് സംഭവിച്ചു കൂടാ എന്നൊന്നും പറയാൻ കഴിയില്ല. ആരും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നത് വരെ കോൺഗ്രസ് വളരെ അച്ചടക്കത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ഇടയിൽ കയറിയിട്ട് പ്രഖ്യാപനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ സ്വയം സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമങ്ങളൊന്നും ആരും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും പാർട്ടി പ്രതിരോധത്തിലാവുന്ന രീതിയിൽ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നിഗമനം, എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഞാൻ ആ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നോ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടം കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടാലും നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിത് മുൻപ് ചില സമയങ്ങളിൽ ഇത്തരം ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് എന്നോട് ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. രാഹുൽ പാർട്ടിക്ക് പുറത്തല്ലേ, അയാൾ എങ്ങനെയാണ് ഈ പറയുന്ന കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുക എന്നൊക്കെ. ഇപ്പോൾ രാഹുൽ പാർട്ടിക്ക് പുറത്താണെങ്കിലും അയാളുടെ ഉള്ളിൽ പാർട്ടി ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, പാർട്ടി അയാളെ പുറത്താക്കിയ പാർട്ടിക്ക് അയാളെ തിരിച്ച് പാർട്ടിയിലെത്തിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അതൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു ഈസി വാക്ക് ഓവർ എന്നുള്ള രീതിയിൽ പാർട്ടിക്ക് അയാളെ തിരിച്ച് പാർട്ടിയിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ പാർട്ടിക്ക് പുറത്താണ് എന്നുള്ള വലിയ അതൊരു വലിയ ഘടകമാക്കി നമ്മളതിനെ അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഏത് നിമിഷവും മിക്കവാറും ഈ പുതുയുഗ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും.
ആ പുറത്ത് വരുന്നതിൽ മിക്കവാറും പാലക്കാട് നിയോജക മണ്ഡലം ഒഴിച്ചിട്ടായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒഴിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ അത് ഒഴിച്ചിട്ടുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇനി അതല്ല, ആദ്യഘട്ടത്തിൽ പാലക്കാടിനൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? രാഹുലിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ അത് വളരെ ലേറ്റായി ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, അത് അങ്ങനെയാണ്. അത് ചില കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് രാഹുലാണ് മത്സരിക്കുന്നതെങ്കിൽ അത് അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അത് സിറ്റിംഗ് MLA മാർ, അതുപോലെ സംവരണ സീറ്റുകൾ ഒക്കെയുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ പാലക്കാട് എന്താണെങ്കിലും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഇന്ന വ്യക്തി സ്ഥാനാർത്ഥിയാകുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി, പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ OJ ജനീഷിൻ്റെ വാക്കുകൾ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവച്ച VK ശ്രീകണ്ഠൻ്റെ വാക്കുകൾ, അതുപോലെ അതിന് തൊട്ടു പിന്നാലെ ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഷാഫി പറമ്പിൽ പാലക്കാട് നടത്തിയ ചില സംസാരങ്ങൾ, ഇതിലൊക്കെ വളരെ വ്യക്തമായ സൂചനകൾ രാഹുൽ മാങ്കൂട്ടം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വളരെ വ്യക്തമായ സൂചനകൾ നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ചോദിക്കും, ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞോ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയില്ല എന്ന് മാത്രമല്ല, ഒരു മത്സരാർത്ഥിയുടെ പേരും ഒരു കോൺഗ്രസ് നേതാവും പറയില്ല എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ അത്തരത്തിൽ ഒരാളെക്കുറിച്ചും സ്വയമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലെ കുറിച്ച് പോലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് പോലും ഒരു പ്രഖ്യാപനവും, അതിനിപ്പോൾ ഷുവർ ഞാൻ മത്സരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു നേതാവ് മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി തീരുമാനിക്കും, പാർട്ടി പ്രഖ്യാപിക്കും എന്ന് മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞ് ആരും പറയാത്തത്. എൻ്റെ ഒരു 99.99% ഞാൻ പറയുന്നു, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് അത് രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും പ്രഖ്യാപിക്കപ്പെടുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.